വളരെ കുറവുള്ള ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ജ്ഞാനായ സമൂഹം. കുടിയേറ്റ ജനതയാണ് എന്നാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുടിയേറ്റ ഉദ്ദേശത്തിന് എന്തുകൊണ്ടാണ് ഈ ജ്ഞാനായക്കാരൻ കേരളത്തിലേക്ക് എത്തപ്പെടുന്നത്? ഈ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനായ സമുദായത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടത്. അതായത് AD 345 കാലത്ത് കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭാത്മകമായ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ പേർഷ്യയിലെ സഭയിലെ വലിയ മെത്രാപ്പോലിത്ത ഈ സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ച ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കേരളത്തിലേക്ക് വ്യാപാര മാർഗം കടന്നു വന്ന ക്നായിത്തോമായും കൂട്ടരെയും അവരെ അദ്ദേഹത്തിന്റെ വ്യാപാര ബന്ധങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം അവിടുത്തെ സഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ക്നായിത്തോമ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഉറഹ മാർ യൂസേഫും ക്നായിത്തോമായും ശമാശന്മാരും വൈദികരും അടങ്ങുന്ന ഏകദേശം 400ഓളം പേര് അവര് 7 ഇല്ലങ്ങളിൽ നിന്ന് 72 കുടുംബങ്ങളിൽ നിന്ന് 400ഓളം പേരാണ് അന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത്. അപ്പോൾ അവര് വളരെ സാഹസികമായ ഒരു യാത്രയാണ് ദക്ഷിണ മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് നടന്നത്. ഇന്നത്തെ നമ്മുടെ സാഹചര്യം വെച്ച് നമുക്കതിനെ ചിന്തിക്കാൻ കഴിയില്ല. വളരെ പ്രയാസം അനുഭവിച്ചാണ് അവർക്ക് അറിവില്ലാതിരുന്ന ഈ പറയുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ഒരു രാജ്യത്തേക്ക് അവർ വരുന്നത്. അവർ വരുമ്പോൾ അവരൊരു പ്രത്യേക സമൂഹമായിട്ടാണ് അവർ വരുന്നത്. ആ വന്നത് ഒരു സഭാഘടകമായിട്ടാണ് തന്നെ അവർ വന്നത്. കാരണം അവരുടെ കൂടെ ഒരു മെത്രാനുണ്ടായിരുന്നു, അൽമായരുണ്ടായിരുന്നു, വൈദികരുണ്ടായിരുന്നു, ശമാശന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു സഭാ കൂട്ടായ്മയായി ദക്ഷിണ മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വന്ന കുടിയേറ്റ ജനതയാണ് ജ്ഞാനായക്കാർ. അപ്പോൾ അവര് ഈ ഒരു കേരളത്തിലേക്ക് വരുമ്പോൾ ചേര രാജാവായ ചേരമാൻ പെരുമാൾ ഈ ജ്ഞായിത്വമായ കൂട്ടരെയും സ്വീകരിക്കുകയും അവരെ അന്ന് സ്വീകരിക്കുന്നത് ഔദ്യോഗികമായിട്ടാണ്. എന്ന് പറയുമ്പോൾ രാജാവിൽ നിന്ന് ഔദ്യോഗികമായി സ്വീകരണം ലഭിക്കുകയും അദ്ദേഹത്തിന് 72 പദവികൾ ഈ ജ്ഞാനായക്കാർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ അന്ന് ഒരു രാജാവിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ജ്ഞാനായക്കാർക്ക് അന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഒരു വലിയ അംഗീകാരം ഈ രാജ്യത്ത് ലഭിക്കുകയും അത് ക്രൈസ്തവ പ്രവർത്തനത്തിന് പ്രത്യേകിച്ചും മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഇടയിലുള്ള സഭാ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ വളർത്തുവാൻ ഏറെ സഹായകരമായിട്ടുണ്ട്. അതാണ് പ്രത്യേകിച്ചും പേർഷ്യൻ സഭയിൽ നിന്ന് വന്നതുകൊണ്ട് സുറിയാനി പാരമ്പര്യങ്ങളും ആരാധനാക്രമത്തിൽ ഒക്കെ കൂടുതൽ ശക്തിപ്പെടുവാനായിട്ട് ഈ മാർത്തോമ സഭയ്ക്ക്, കേരള കത്തോലിക്ക സഭയ്ക്ക് ഈ ജ്ഞാനായക്കാരുടെ വരവോടുകൂടി സാധ്യതമായിട്ടുണ്ട്. ഇതാണ് ചരിത്രപരമായി ജ്ഞാനായക്കാരെ കുറിച്ച് നമുക്ക് ഒരു ഏറ്റവും ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ അതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആ വിധത്തിൽ. സഭ എന്ന് പറയുന്നത് വിവിധ സഭകളുടെ കൂട്ടായ്മയാണ്. 23 പൗരസ്ത്യ സഭകളും ഒരു പാശ്ചാത്യ സഭയും ഉൾക്കൊള്ളുന്നതാണ് കത്തോലിക്ക സഭ. അതുകൊണ്ടാണ് സഭയെ സഭകളുടെ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. നാം ഒരു പൂന്തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അനേകം ചെടികളും പുഷ്പങ്ങളുമുണ്ട്. ആ പുഷ്പങ്ങളെല്ലാം ചെടികളെല്ലാം ഈ പൂന്തോട്ടത്തെ അലങ്കരിക്കുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ വിവിധ സഭകളെ കാണേണ്ടത്. അത് നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്.
നാനാത്വം എന്താണെന്ന് നമുക്കറിയാം. അതില് ഏകത്വത്തിന്റെ സൗന്ദര്യവും നമുക്കറിയാം. കത്തോലിക്ക സഭയും ഈ നാനാത്വവും ഏകത്വവും കാത്തു സൂക്ഷിക്കുന്നതാണ്. ഏകത്വം എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിന്റെ കാര്യത്തില്, ഉദാശകളുടെ കാര്യത്തില്, ശ്ലൈംഗിക പാരമ്പര്യത്തിന്റെ കാര്യത്തില്, അതിനകത്തെല്ലാം ഈശോമിശിഹായിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഈ 24 സഭകളും ഏകത്വം കാത്തു സൂക്ഷിക്കുന്ന. പക്ഷേ ഈ സഭയുടെ പാരമ്പര്യം നല്ല വ്യത്യാസമുണ്ട്, ആരാധനക്രമ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് റീത്തിന്റെ അടിസ്ഥാനത്തിൽ, പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്. അത് നാനാത്വമാണ്. അത് നമ്മളൊരു ഉദ്യാനത്തെ അല്ലെങ്കിൽ ഒരു ഗാർഡനുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തന്നെയാണ് കത്തോലിക്ക സഭയിലുള്ള നാനാത്വം എന്ന് പറയുന്നത്. ആ നാനാത്വം ഒരു സൗന്ദര്യമാണ്, ഏകത്വവും ഒരു സൗന്ദര്യമാണ്. ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയില്ല. സൗന്ദര്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പൗരസ്ത്യ സഭകളിൽ പെടുന്ന ഒന്നാണ് സിറോ മലബാർ സഭ. ആ സിറോ മലബാർ സഭയിൽ വളരെയേറെ രൂപതകളുണ്ട്. ആ രൂപതകളിൽ ഒന്നാണ് തെക്കുഭാഗ സമുദായക്കാർക്ക് മാത്രമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയം അതിരൂപത. അപ്പൊ കോട്ടയം അതിരൂപത ഈ നാനാത്വമുള്ള സിറോ മലബാർ സഭയിലെ ഒരു രൂപതയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സഭയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സൗന്ദര്യം, സഭയുടെ സൗന്ദര്യത്തെ നമ്മൾ കൂടി ഉൾപ്പെടുന്ന സഭാ കൂട്ടായ്മയിലൂടെ കൂടുതൽ നമ്മൾ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് സഭയുടെ പൊതു കാഴ്ചപ്പാട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് യുവജനങ്ങളായ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഐക്യത്തിലേക്ക് വളരുകയും നമ്മുടെ അസ്തിത്വവും നമ്മുടെ വ്യതിരിക്തതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആ നാനാത്വവും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സഭയുടെ ഭാഗമായിട്ട് നിൽക്കാം എന്നുള്ള യാഥാർത്ഥ്യമാണ് യുവജനങ്ങളായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്തൊരു ഏകത്വമുണ്ട്, ഇതിനകത്ത് ഒരു നാനാത്വവുമുണ്ട് സഭ. അപ്പോ എല്ലാത്തിനെയും സ്വീകരിക്കുന്നതാണ് സഭ. വൈവിധ്യങ്ങളെ സ്വീകരിക്കുന്നതാണ്. വൈവിധ്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ ആയ ചില കാര്യങ്ങളിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഒരു സഭാ ഘടകമായി മുന്നോട്ട് യാത്ര ചെയ്യുന്നു എന്ന രീതിയിലാണ് സഭയുടെ പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്, മനസ്സിലാക്കണം. ഈ ചെറിയൊരു ചരിത്രം പറഞ്ഞെങ്കിലും അതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കുറെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. വ്യക്തികളുടെ ചരിത്രം എടുത്താലും പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എടുത്താലും നമ്മളതിൻ്റെ ആരംഭ കാലത്തെ കുറിച്ച് വ്യക്തമായി നമുക്ക് ചില ധാരണകളുണ്ടാവും. ആ ധാരണകൾ നമുക്ക് ലഭിക്കുന്നത് ആ വ്യക്തികളെ കുറിച്ചോ പ്രസ്ഥാനങ്ങളെ കുറിച്ചോ എഴുതപ്പെട്ട രേഖകൾ. ആ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ചരിത്രം, പഴയ ചരിത്രത്തെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എല്ലാ ചരിത്രത്തിലും ഈ പറയുന്ന രേഖകൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലതൊക്കെ എഴുതപ്പെട്ടത് ഉണ്ടായിരിക്കും, ചിലത് ആ ചരിത്രവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായ ചില കണ്ടുപിടുത്തങ്ങൾ ഇതിലേക്ക് വിവരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ശേഷം വന്നിട്ടുള്ള ചരിത്രകാരന്മാര് ഇത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രസ്ഥാനവുമായോ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടായ ചരിത്രരേഖകളോ അതല്ലെങ്കിൽ അത് ജീവിക്കുന്ന ഒരു സമൂഹമോ ഉണ്ടെങ്കിൽ ഈ ചരിത്രത്തെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജ്ഞാനായ സമുദായത്തിന്റെ ചരിത്രം ഇതെല്ലാം കൂടുന്ന ഒരു ചരിത്രമാണ്. കാരണം അത് ആദ്യകാലത്ത് പ്രത്യേകിച്ചും ഈ കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴുണ്ടായ ചരിത്രപരമായ രേഖകൾ പലതും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ആ കാലഘട്ടത്തെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് വാമൊഴിയായും വരമൊഴിയായും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ അത് പരമ്പരാഗതമായ ചരിത്രം കൈമാറ്റം ചെയ്ത് പാട്ടുകളിലൂടെയും പുരാതന പാട്ടുകളിലൂടെയും ഒക്കെ
അത് കൈമാറ്റം ചെയ്ത് ഇപ്പോൾ അത് ജ്ഞാനായക്കാരുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലും പ്രചാരം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ജ്ഞാനായക്കാർ. ഈ ചരിത്രത്തെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ജ്ഞാനായക്കാർ. അപ്പോൾ ഈ ജീവിക്കുന്ന സമൂഹത്തെ നോക്കി ഇവരുടെ ചരിത്രത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയും. അവര് സമൂഹത്തിൽ ജീവിക്കുന്ന വിധം, അവർ സ്വീകരിക്കുന്ന പാരമ്പര്യങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം പരമ്പരാഗതമായി തുടർന്നു വന്നിട്ടുള്ള ആചാരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സമുദായത്തെ വ്യത്യസ്തമാക്കുന്നത്, അതിന് ഒരു വ്യതിരക്തത നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വത്വബോധത്തിൽ നിലനിൽക്കുന്നവരാണ് ജ്ഞാനായക്കാർ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള അറിവ് കുറവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ചരിത്രത്തിലേക്ക്, അതിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക്, അതിൻ്റെ ആധികാരികതയിലേക്ക് പോയി പഠിക്കാനും നിരീക്ഷിക്കാനും കണ്ടെത്താനും ഒക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, വായിക്കണം. അപ്പോൾ കൂടുതൽ അതിനെ അറിയാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് യുവജനങ്ങൾ ചെയ്യേണ്ടത് ഇതറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെ അറിവ് സമ്പാദിച്ച് പിന്നെ നമ്മുടെ ഒരു ജീവിത രീതികൾ, അപ്പോൾ അത് ചരിത്രപരമായിട്ട് നമ്മൾ അനുഷ്ഠിച്ച ചില കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞ കാര്യത്തെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നമുക്ക് കൂടുതൽ ബോധ്യമുണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇതിന്റെ ചരിത്രങ്ങൾ നമുക്ക് കൈമാറ്റം ചെയ്യാനും സാധിക്കും. ചരിത്രപരമായ വസ്തുതകൾ പഠിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും ഞങ്ങൾ പിള്ളേർക്ക്. എന്നാൽ കഴിഞ്ഞുപോയ ആ ചരിത്രത്തെ പറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ വരും നാളുകളിൽ തീർച്ചയായും നമുക്കവ കൂടുതൽ അന്യമായി പോവുകയും ചെയ്യാം. അതുകൊണ്ട് ഇന്നത്തെ യുവജനങ്ങളിൽ സമുദായ പഠന താല്പര്യത്തിന് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കേണ്ടതല്ലേ? അത് എങ്ങനെയൊക്കെ സാധ്യമാക്കാം എന്നാണ് പിതാവിന്റെ അഭിപ്രായം? നല്ല ഒരു ചോദ്യമാണ് ജിമ്മി ചോദിച്ചത്. അതായത് ഏത് ചരിത്ര സംബന്ധമായ കാര്യമാണെങ്കിലും അത് ചരിത്രകാരന്മാർക്കാണ്, അല്ലെങ്കിൽ ചരിത്രത്തോട് കൂടുതൽ താല്പര്യമുള്ളവർക്കാണ് മനസ്സിലാക്കാൻ എളുപ്പം. എന്നാൽ ഈ ചരിത്രത്തെ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും നമ്മൾ ലഭ്യമാക്കി കൊടുക്കണം. കൊച്ചുകുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ, യുവജനങ്ങൾക്ക് അവരുടേതായ ഭാഷയിൽ അങ്ങനെ അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് പുതിയ തലമുറ അത് സ്വീകരിക്കുന്നത്. ഗഹനമായി ചരിത്രത്തെ നമ്മൾ അവതരിപ്പിച്ചാൽ എല്ലാ യുവജനങ്ങളും സ്വീകരിക്കണമെന്നില്ല. കൊച്ചുകുട്ടികളും അത് അവർക്ക് എളുപ്പം മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ജ്ഞാനായ സമുദായത്തിന്റെ ചരിത്രവും ലളിതമായ രീതിയിൽ, യുവജന ശൈലിയിൽ അത് ഹ്രസ്വമായി അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് ഇന്നത്തെ യുവതലമുറ അത് സ്വീകരിക്കുന്നതും അതിനെക്കുറിച്ച് അവർ കൂടുതൽ പഠിക്കുകയും വായിക്കുകയും ചെയ്ത് അവരതിനോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവരായിട്ട് ചെയ്യും. നമ്മൾ ഒരു കാര്യത്തെ കൂടുതൽ പഠിക്കുമ്പോഴാണ് കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ ആധികാരികമായിട്ട് പഠിച്ച് വരുമ്പോഴാണ് അപ്പോൾ അതിനകത്തുണ്ടാകുന്ന എന്തുമാത്രം ഈ ഒരു സമൂഹം സമ്പന്നമാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മളതിനെ കൂടുതൽ സ്നേഹിക്കും, കൂടുതൽ മനസ്സിലാക്കും, നമുക്ക് കൂടുതൽ ബോധ്യമുണ്ടാകും. ആ ബോധ്യത്തിൽ നിന്ന് നമുക്ക് അത് മറ്റു യുവജനങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു സംരംഭം യുവജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും ജ്ഞാനായ യുവജനങ്ങൾക്കിടയിൽ മാത്രമല്ല, നിങ്ങളിലൂടെ മറ്റുള്ളവർക്കും ജ്ഞാനായ സമുദായത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇത് സഹായകരമായി തീരും എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ജ്ഞാനായക്കാരായിട്ടും ഞാനടക്കമുള്ള യുവജനങ്ങളിൽ പലർക്കും നമ്മുടെ ചരിത്രത്തെ പറ്റി കൃത്യമായ ധാരണ കുറവാണ്. വേദപാഠം പഠിക്കുമ്പോഴും പിന്നെ ഓരോ സമുദായ ക്ലാസുകൾ കേൾക്കുമ്പോഴുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ യുവജനങ്ങളിലേക്ക് ഈ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കാൻ പിതാവിന് എന്തെങ്കിലും പ്രായോഗികമായ നിർദ്ദേശങ്ങളുണ്ടോ? ഇപ്പോൾ ചോദിച്ചത്
ഈ ജ്ഞാനായ സമുദായത്തെ കുറിച്ചുള്ള അറിവ് എങ്ങനെ യുവജനങ്ങളുടെ ഇടയിൽ കുറെ കൂടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിലും ശൈലിയിലും അവതരിപ്പിക്കാമെന്നുള്ളതാണ്. ജ്ഞാനായ സമുദായ ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ പാരമ്പര്യങ്ങളെല്ലാം പുരാതന പാട്ടുകളിലും വിവാഹത്തിൻ്റെ കർമ്മങ്ങളിലും ചന്ദൻ ചാർത്തിലും മൈലാഞ്ചിടിയിലുമൊക്കെ അത് ഗാനരൂപത്തിലും നമ്മുടെ കർമ്മങ്ങളിൽ വേണ്ടത്ര രീതിയിൽ ഈ ചരിത്രമാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ വിവാഹ ചടങ്ങുകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെ നടത്തപ്പെടുന്ന നമ്മുടെ ചടങ്ങുകളിലെല്ലാം സമുദായ ചരിത്രമാണ് പറയുന്നത്. വിവിധ പാരമ്പര്യങ്ങളിലൂടെ ചന്ദൻ ചാർത്തും മൈലാഞ്ചിടിയിലും ജ്ഞാനായക്കാർ എങ്ങനെയാണ് അവരുടെ ചരിത്രം അവതരിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ഈ ഒരു കർമ്മങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത് ജ്ഞാനായക്കാർ വന്നത് അവർക്ക് ലഭിച്ച രാജാവിൽ നിന്നും ലഭിച്ച പദവികൾ, അതുപോലെ തന്നെ വിവാഹമെന്ന ഉദാശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചരിത്രത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന മാർഗങ്ങളിലൊന്ന് ജ്ഞാനായ വിവാഹ ആചാരങ്ങളിൽ പങ്കെടുക്കുകയും അത് കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ചന്ദൻ ചാർത്തും മൈലാഞ്ചിടിയിലും സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്, അതിലത് പങ്കുചേരുക എന്നുള്ളത്. വീണ്ടും സമുദായ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ദിവംഗതനായ ഈ ജ്ഞാനായ സമുദായ ചരിത്രത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ജേക്കബ് കൊല്ലാപറമ്പിലച്ഛൻ്റെ പുസ്തകം, ബഹുമാനപ്പെട്ട വെള്ളിയാനച്ഛൻ്റെ പുസ്തകം മുതലായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചാൽ നമുക്ക് ചരിത്രത്തെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വികാരിച്ചന്മാര്, വിശ്വാസ പരിശീലനത്തിന്റെ അധ്യാപകര്, അതുപോലെ തന്നെ നമ്മുടെ സംഘടനകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ, അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രായത്തിലും ആവശ്യമായിട്ടുള്ള അറിവ് ഈ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുറെ കൂടി ഈ ചരിത്രം വായിക്കാൻ ശ്രമിക്കും. പഴയ തലമുറയിൽപ്പെടുന്ന ആളുകൾ കുറെ കൂടി ആഴമായി പഠിക്കാൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരായ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ട്. അത് വളരെ നല്ലതാണ്. പക്ഷേ ഈ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിവ് സമ്പാദിക്കുമ്പോഴും നമ്മൾ സമ്പാദിക്കുന്ന അറിവിൽ ആഴപ്പെടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ചരിത്രത്തിന്റെ കാര്യത്തിലും കുറെ കൂടി വായന ഉണ്ടാവണം. നിങ്ങൾ നിരീക്ഷിക്കണം, നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ അറിവ് ലഭിക്കുമ്പോൾ ആയിരിക്കുന്ന നമ്മുടെ ഈ ജ്ഞാനായ സമുദായത്തിലായിരിക്കുന്നതിൻ്റെ അഭിമാന ബോധം നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ജ്ഞാനായക്കാർ എന്ന നിലയിലാണ് പൊതുസമൂഹത്തിൽ ജീവിക്കുന്നത്. പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടും യോജിച്ചും നമ്മളിവിടെ പ്രവർത്തിക്കേണ്ടവരാണ്. സഭയിൽ പ്രവർത്തിക്കണം, അതുപോലെ തന്നെ സമൂഹത്തിലും പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ നമ്മൾ പൊതുസമൂഹത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരായിട്ട് മാറും. അപ്പൊ നമ്മൾ നമ്മുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് അതെല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. നമ്മളത് നിലനിർത്തണം. അത് നിലനിർത്തുന്നതോടൊപ്പം പൊതുസമൂഹത്തിന്റെ വിഷയങ്ങളിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇടപെടുകയും നമ്മുടേതായ രീതിയിൽ ഉള്ള സംഭാവനകൾ പൊതുസമൂഹത്തിൽ കാലാകാലങ്ങളിൽ നമ്മളത് നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതും നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ചരിത്രപരമായി എല്ലാ കാലത്തും നമ്മൾ സഭയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്, സമൂഹത്തിലും നമ്മൾ ഈ സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. ആ ഒരു ഉത്തരവാദിത്വം ഇന്നത്തെ യുവജനങ്ങൾക്ക് ഈ സമുദായത്തിന്റെ ആയിരിക്കുന്നതിൽ അഭിമാനിക്കുകയും പൊതുസമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ
നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ, നിങ്ങളുടെ ജോലിയിലൂടെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മറ്റു കഴിവുകളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് എനിക്ക് കൂടുതലായി നിങ്ങളോട് സൂചിപ്പിക്കാനാണ്.